ഞാൻ ഇന്നലെയാണ് പെണ്ണേഴ്സ് കണ്ടത് കേട്ടോ. ഇപ്പോൾ പ്രൈമിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് സിനിമ. സത്യത്തിൽ ഈ പെണ്ണേഴ്സ് എന്ന് പറഞ്ഞ സിനിമയുടെ മേലുള്ള ഏറ്റവും വലിയ അലിഗേഷൻ ഇതിൽ ദ യൂഷ്വൽ സസ്പെക്റ്റുമായിട്ടുള്ള സിനിമയുടെ കമ്പാരിസൺ ആണല്ലോ. തീർച്ചയായിട്ടും ഉണ്ട്, അത് ഡിനൈ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഞാൻ ആ, പിന്നെ ഒരു കോപ്പിയിങ്ങിനൊന്നും പ്രൊമോട്ട് ചെയ്യില്ല കേട്ടോ. എന്നാലും ഞാൻ പറയാണ്, പണ്ടത്തെ പ്രിയദർശൻ സിനിമകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിലേ നമുക്ക് ക്ലാസിക് ഹോളിവുഡ് സിനിമകളോടുള്ള ആ, നമ്മളുടെ അതിൽ നിന്നുള്ള നമ്മുടെ കോപ്പിയുടെയൊക്കെ അല്ലേ, അങ്ങനെ നിങ്ങൾ ഒരു സിനിമയും കാണാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. പക്ഷേ ലോക്കലൈസേഷൻ ചെയ്യുമ്പോൾ എത്രമാത്രം കോമ്പീറ്റൻസി കൊണ്ടുവന്നു എന്നുള്ളതാണ് മെയിനായിട്ടുള്ള സംഭവം. ഞാൻ പലപ്പോഴും നോക്കാറില്ല. ചില സിനിമകളൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാറുണ്ട് കോപ്പിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ, അതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു സ്കോപ്പൊന്നും നമുക്ക് കാണാനേ പറ്റില്ല. വളരെ പൂറായിട്ടുള്ള, ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത സ്ക്രിപ്റ്റാണ്. പിന്നെ രശ്മി രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഫെബിൻ സിദ്ധാർത്ഥ്, ഡയറക്ടറായിട്ടുള്ള ഫെബിൻ സിദ്ധാർത്ഥും കൂടിയിട്ടാണ് എഴുതിയിരിക്കുന്നത്. അത് തീരെ വർക്കായിട്ടില്ല. അതിലും എനിക്ക് വിഷമം തോന്നിയൊരു സംഭവമാണ് സീൻസിൻ്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. ഇതിലൊട്ടും എന്താണ് ഒരു സീൻ പോലും നമുക്ക് നമ്മൾ മുന്നേ കണ്ട എല്ലാ സീനുകളുടെ ഒരു റെപ്പറ്റീഷൻ, വളരെ മോശമായ രീതിയിലുള്ളൊരു റെപ്പറ്റീഷൻ, ഒരു സ്വന്തമായിട്ടൊരു ഇൻഡിവിജ്വാലിറ്റി ഇല്ലാത്ത ഷോട്ടുകളാണ് ഈ സിനിമയിൽ മൊത്തം ഉള്ളത്. പിന്നെ ഇതിൽ നമ്മൾക്ക് ആക്ടേഴ്സിനെ പെർഫോം ചെയ്തിരിക്കുന്ന രീതി കണ്ടാലും ഇതേപോലെ ഒരു ഡയറക്ടർ ബാക്കിലുണ്ടോ എന്ന് തോന്നുന്ന പോലെയാണ്. ഇപ്പോൾ അജുവിൻ്റെ കാര്യം ഒക്കെ നമുക്ക് ഭയങ്കര സിമ്പതി തോന്നുന്നൊരു ക്യാരക്ടർ. പിഷാരടിയും അങ്ങനെയാണ്. അതുപോലെ ഹക്കീം ഷായുടെ കാര്യം, ഹക്കീം ഷായ്ക്ക് എന്താണ് എന്നറിയുന്നില്ല, ക്യാരക്ടർക്ക് അങ്ങോട്ട് കയറി നിൽക്കാൻ പറ്റുന്നില്ല ഹക്കീം ഷായ്ക്ക്. ഒരു ഒരു ചെയ്യണമെന്നുണ്ട്, എന്താണ് ചെയ്യുന്നതെന്നൊരു പിടുത്തമില്ലാത്ത പോലത്തെ ഒരു അവസ്ഥയുണ്ടല്ലോ, അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഇതിൻ്റെ സെൻട്രൽ ക്യാരക്ടറായിട്ടുള്ള നിഖിലയുടെ കാര്യം പറയേ വേണ്ട. കാരണം നിഖില വിമൽ ഒരു മലയാളത്തിൽ ഇങ്ങനെ ഒരു അല്ലെ വിവാഹ തട്ടിപ്പ് നടത്തുന്ന ഒരു യുവതി, അങ്ങനത്തെ ഒരു ഒരു വുമൺ ക്യാരക്ടറൊന്നും വന്നിട്ടില്ല. ആക്ച്വലി അത് നല്ല പൊട്ടൻഷ്യലോടുകൂടി ചെയ്യാൻ പറ്റുന്നൊരു ക്യാരക്ടറായിരുന്നു. നിഖിലയ്ക്ക് ഈ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിഖില ആകെ ചെയ്തിരിക്കുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് മോഡിൽ ഇങ്ങനെ ഇരിക്കുക എന്നുള്ളൊരു സംഭവമാണ് ഈ സിനിമയിൽ കൂടുതലായിട്ട് ചെയ്തിട്ടുള്ളത്. അത് ആക്ടിങ്ങുമായിട്ട് വലിയ കണക്ഷനുള്ള സംഭവമല്ല. അതുകൊണ്ട് നമുക്ക് നിഖിലനെ ഇതുവരെ കണ്ട ക്യാരക്ടറിൽ നമുക്കൊരു ഒരു ഡിഫറൻസ് തോന്നാം. പക്ഷേ അതൊട്ടും ഒട്ടും വർക്കായിട്ടില്ല. പിന്നെ ഈ സിനിമയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ രീതിയൊക്കെ ചെയ്ത ഒരു ഇത് ഫോർമാറ്റ് കാണുകയാണെങ്കിൽ നമ്മൾ പണ്ടേ ഈ സിനിമ ഉപേക്ഷിച്ച് പോകും. എന്നാൽ സിനിമയുടെ എൻഡ് വരെ നമ്മൾ ഇരിക്കും. എൻഡ് കുറച്ചും കൂടിയും ഒരു എന്താ പറയുക, അത്രയും പൊട്ടൻഷ്യലുള്ളൊരു എൻഡാണ് ഈ സിനിമയ്ക്കുള്ളത്. അപ്പോൾ അതിലും നമുക്ക് അങ്ങനെ അത്ര വലിയൊരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഫീൽ ചെയ്യിക്കാൻ സിനിമയ്ക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആകെ മൊത്തം പെണ്ണേഴ്സ് എനിക്ക് തീരെ ഒരു വർക്കാവാത്ത സിനിമയായിട്ടാണ് നിൽക്കുന്നത്.